സിനിമയിൽ റെക്കോർഡുകൾ തീർത്ത ഒരു ജനപ്രിയ നോവലിന്റെ ചലച്ചിത്രാവിഷ്കാരം. അതുതന്നെയാണ് ആടുജീവിതത്തിന്റെ പ്രധാന ആകർഷണവും. സംവിധായകനായി ബ്ലസ്സി, നജീബായി എത്തുന്ന പൃഥ്വിരാജ്, സംഗീതം എ.ആർ. റഹ്മാൻ, ശബ്ദമിശ്രണം ഓസ്കാർ ജേതാവ് റസൂൽ പൂക്കുട്ടി. ഇവരെ തുടങ്ങി ആടുജീവിതത്തിന് പിന്നിൽ ശക്തമായ ഒരു ടീമാണുള്ളത്. അതുകൊണ്ട് തന്നെ വരുന്ന ഹൈപ്പുകൾക്ക് ഒരു കാരണമുണ്ടെന്ന് തന്നെ പറയാം. ഇപ്പോൾ ഇറങ്ങിയ പുതിയ പോസ്റ്ററും അത് തന്നെയാണ് സൂചിപ്പിക്കുന്നത്. ഇത്രയും കാലം പുറത്തുവിട്ട പോസ്റ്ററുകളെല്ലാം തന്നെ നജീബ് സൗദിയിൽ എത്തിയതിനു ശേഷമുള്ള ജീവിതത്തെ വരച്ചു കാട്ടുന്നവയായിരുന്നു. ദൈന്യതയും ക്ഷീണവും ദുരിതം ബാധിച്ച കണ്ണുകളും ശരീരവുമായി ഭ്രാന്തമായ ജീവിതത്തെ ആ പോസ്റ്ററുകൾ വിളിച്ചോതിയിരുന്നു. എന്നാൽ അതിൽ നിന്നും അല്പം വ്യത്യസ്തമാണ് ഇപ്പോൾ പുറത്തുവിട്ട പോസ്റ്റർ. നജീബിന്റെ ജീവിതത്തിലെ നല്ല കാലത്തെ വരച്ചു കാട്ടുന്ന ഒന്നാണിത്. ജോലിക്കായി സൗദിയിലേക്ക് പോകുന്നതിന് മുൻപുള്ള നജീബിന്റെ ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നുവെന്ന് ആ മുഖഭാവങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ജീവിതം തനിക്ക് നൽകിയ ഇരുണ്ട തുരങ്ക ജീവിതത്തിൽ നിന്നും പ്രതീക്ഷയിലേക്ക് നോക്കുന്ന ദൈന്യതയോടെയുള്ള പൃഥ്വിരാജിന്റെ കഥാപാത്രത്തിന്റെ മുഖമായിരുന്നു സെക്കൻഡ് ലുക്ക് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത്. തുരങ്കത്തിന്റെ അറ്റത്ത് എപ്പോഴും വെളിച്ചമുണ്ട്, പ്രതീക്ഷയുടെ അസാധാരണമായ കഥ എന്ന ക്യാപ്ഷനോടെയാണ് ആ പോസ്റ്റർ പുറത്തുവിട്ടത്. ഇറങ്ങിയ ശേഷം ഒരുപാട് അർത്ഥങ്ങൾ വ്യാഖ്യാനിക്കപ്പെട്ട നോട്ടമായിരുന്നു ആടുജീവിതത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ പൃഥ്വിരാജിനുണ്ടായിരുന്നത്. ലോകം ഒരുപാട് ചർച്ച ചെയ്ത അഫ്ഗാൻ പെൺകുട്ടിയുടെ നോട്ടവുമായൊക്കെ നജീബിന്റെ ആ നോട്ടത്തെ താരതമ്യപ്പെടുത്തിയിരുന്നു. 10 വർഷത്തിനു ശേഷമാണ് ബ്ലസ്സി ഒരു സിനിമ എടുക്കുന്നത്. 2013 ഇറങ്ങിയ ശ്വേതാ മേനോനും ബിജു മേനോനും ഒന്നിച്ചെത്തിയ കളിമണ്ണാണ് ബ്ലസ്സി ഏറ്റവും അവസാനം ചെയ്ത ചിത്രം. മലയാളത്തിൽ ഏറ്റവും അധികം ദിവസം ചിത്രീകരണം നീണ്ടുപോയ സിനിമകളിൽ ഒന്നുകൂടിയാണ് ആടുജീവിതം. ഏകദേശം 4.5 വർഷം നീണ്ട ചിത്രീകരണം അവസാനിച്ചത് കഴിഞ്ഞ വർഷം ജൂലൈയിലാണ്. മരുഭൂമിയിലെ ചിത്രീകരണവും ഇടയ്ക്ക് ലോകം മൊത്തം പിടിച്ചുകുലുക്കിയ കോവിഡ് മഹാമാരിയുമൊക്കെ ചിത്രീകരണം നീണ്ടുപോകാൻ കാരണമായിരുന്നു. ചിത്രം ഏപ്രിൽ 10 പ്രദർശനത്തിന് എത്താനിരിക്കുകയാണ്. 5 ഭാഷകളിലായി ദി ഗോട്ട് ലൈഫ് എന്ന പേരിലാണ് ആടുജീവിതം പ്രദർശനത്തിനെത്തുന്നത്. മലയാള സിനിമയെ രാജ്യാന്തര തലത്തിൽ എത്തിക്കുന്ന ഒരു സിനിമയായാണ് ആടുജീവിതത്തെ അണിയറക്കാർ ഒരുക്കിയിരിക്കുന്നത്. പൃഥ്വിരാജിനെ കൂടാതെ അമല പോളും ശോഭാ മോഹനുമാണ് മലയാളത്തിൽ നിന്നുള്ള മറ്റു താരങ്ങൾ. റിലീസ് അടുത്തുകൊണ്ടിരിക്കെ കഴിഞ്ഞ ദിവസം റസൂൽ പൂക്കുട്ടി പങ്കുവച്ച ഒരു ട്വീറ്റും സോഷ്യൽ മീഡിയയിൽ ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു. ആടുജീവിതം അതിന്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണെന്നും അതിൽ ബ്ലസ്സി പ്രേക്ഷകർക്കായി കാത്തുവെച്ചിരിക്കുന്നത് മാസ്മരികങ്ങളായ ഫ്രെയിമുകളാണെന്നും എ.ആർ. റഹ്മാന്റെ മാന്ത്രിക സാന്നിധ്യവും ചിത്രത്തെ വളരെ വൈകാരികമായ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. ചിത്രത്തിന്റെ സൗണ്ട് മിക്സിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സ്റ്റുഡിയോയിൽ നിന്നുള്ള ഒരു വീഡിയോയ്ക്കൊപ്പമായിരുന്നു അദ്ദേഹത്തിന്റെ പോസ്റ്റ്. ഇറങ്ങിയ പോസ്റ്ററുകളും ടീസറും ഒക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം ഉറപ്പാണ്, ബെന്യാമിന്റെ പുസ്തകം തീർത്ത റെക്കോർഡുകൾക്കും അപ്പുറമായിരിക്കും ബ്ലസ്സിയുടെ ഈ സിനിമ. എന്റർടൈൻമെന്റ് ഡെസ്ക്, മൂവി വേൾഡ് മീഡിയ. നിങ്ങളുടെ ഡിസൈനർ ഹോം എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നു. സാൻബിൾഡ് ഡിസൈൻഡ് ബൈ കോൺസെപ്റ്റ്സ്.